ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഉദ്യോഗപർവം തുടരുന്നു. നിസ്ത്രപം കഷ്ടം നിങ്ങൾ ചെയ്തവയെല്ലാം ഉള്ളിൽ ശക്തനാം ഭീമസേനൻ മറന്നല്ലിരിക്കുന്നു. കൊടുക്ക പാതി നാടും അവർക്കിന്ന് അല്ലായിലൊടുക്കും ഭീമസേനൻ നിങ്ങളെയെല്ലാം കൊണ്ടും. മുമ്പിലെ ഹിഡിംബനെ കൊന്നതും ബഗനായ വമ്പനെ വധിച്ച് ഏകചക്രയിലിരുന്നതും മാഗധനായ നൃപവീരനെ വധിച്ചതും വേഗത്തിൽ കിഴക്കിൻ ദിക്കൊക്കവേ ജയിച്ചതും ശക്തനാം കിർമീരനെ കുത്തിയങ്ങമർത്തതും മുലയാളാം ദ്രൗപദി തന്റെ ചൊല്ലാൽ കല്യാണ സൗഗന്ധികം കൊണ്ടുപോരുന്ന നേരം ചൊല്ലുള്ള ഗന്ധർവ വീരന്മാരെ ജയിച്ചതും എത്തിയ ജയദ്രഥൻ തന്നെ മാൽപെടുത്തതുമെത്രയും ബിരുദുള്ള മല്ലനെ വധിച്ചതും കീചകനാദികളെ കാലനൂർക്കയച്ചതും ആശുകസുതനായ ഭീമനെന്നറിഞ്ഞാലും കൊല്ലുമേയവൻ നിങ്ങൾ 100 പേരെയുമെടോ. നല്ലതു നാടുപാതി കൊടുക്ക സുയോധന. വില്ലെടുത്തവർകളിൽ നല്ലനാം ധനഞ്ജയനല്ലയോ പാഞ്ചാലനാം മന്നനെ വധിച്ചതും രാത്രിയിലെടുത്തൊരു ഗന്ധർവൻ തന്നെ വെന്നാൻ പാർത്ഥനല്ലയോ യന്ത്രമെയ്തുടൻ മുറിച്ചതും പോർക്കൊരുമിച്ച നമ്മയൊക്കവേ ജയിച്ചതും ഭോഷ്കല്ല ബലദേവാദികളാം ഞങ്ങളെയും ജയിച്ചു സുഭദ്രയെ കൊണ്ടവൻ പോന്നുകൊണ്ടാൻ. ജയിച്ചാൻ വർഷിച്ചു വന്നോരു ശക്രനെയും ഖാണ്ഡവം ദഹിപ്പിച്ചാൻ ശരകൂടത്തെ ചെയ്തു ഗാണ്ഡീവം വാങ്ങിക്കൊണ്ടാൻ അഗ്നിയോടതുമൂലം. ഉത്തരയായ ദിക്കുമൊക്കവേ ജയിച്ചവനുത്തമമായ കൈലാസാചലം തങ്ങൾ ചെന്നാൻ. മുക്കണ്ണൻ തന്നോടു പേരെത്രയും പാരം ചെയ്തു കൈക്കൊണ്ടാൻ പാശുപതം വാനുലകത്തു ചെന്നാൻ. ദേവവൈരികളെയും നിഗ്രഹിച്ചവിടുന്നു ദേവകളോടുമസ്ത്രമെപ്പേരും വാങ്ങിക്കൊണ്ടാൻ. നിന്നെയും കെട്ടിക്കൊണ്ടുപോയോരു ചിത്രസേനൻ തന്നെയും വെന്നു നിന്നെ വീണ്ടുകൊണ്ടതും അവൻ. പോർക്കൊരുമിച്ചു നിന്ന നിങ്ങളെയൊക്കെ വെന്നു ഗോക്കളെ വീണ്ടുകൊണ്ടുപോയതും അവനല്ലോ. ഇത്തരം പല പല വിക്രമങ്ങളെ ചെയ്ത വൃത്രാരിപുത്രം തന്നെ മിക്കതും ഒടുക്കിയിടും. അർക്കനന്ദനായ കർണനെ വിശേഷിച്ചും ശക്രനന്ദനൻ തന്നെ കൊല്ലുമെന്നറിഞ്ഞാലും അച്ഛനെ പിടിച്ചു കെട്ടിച്ചോരു പരിഭവം വെച്ചുകൊണ്ടിരിക്കുന്നു ദൃഷ്ടദ്യുമ്നനുമെടോ. നിശ്ചയം ദ്രോണർ തന്നെ കൊന്നിടും അവൻ താനും. വിച്ചയ ശിഖണ്ഡിയും ഭീഷ്മരെ വധിച്ചിടും. ശല്യരെ യുധിഷ്ഠിരൻ കൊല്ലുമെന്നറിഞ്ഞാലും കല്യനാം ശകുനിയെ കൊന്നിടും സഹദേവൻ. മറ്റുള്ള ബന്ധുക്കളും മക്കളും കനിഷ്ഠരും പറ്റലർ കാലന്മാരാം പാണ്ഡവരൊടുക്കിയിടും. നല്ലതു പാതി നാടു കൊടുക്ക സുയോധന. നല്ലതു വരുകയില്ലല്ലായിലൊന്നുകൊണ്ടും. ശ്രീവാസുദേവൻ ജഗന്നായകൻ ഇവയെല്ലാം ആവോളമരുൾ ചെയ്ത വാർത്തകൾ കേട്ട ശേഷം അംബികാസുതൻ താനും ഭീഷ്മരും ആചാര്യനും അൻപുള്ള മറ്റുള്ളവർ തങ്ങളും മുര ചെയ്താർ. കുരളക്കാരർ ചൊന്ന വാക്കുകൾ കേളാതെ നീ അരുളി ചെയ്ത വണ്ണം കേൾക്കുന്നാരെല്ലാവരും. സഭയിലിരുന്നവരെല്ലാരും ഒരുപോലെ ശുഭമായുള്ള വാക്കു പറഞ്ഞു കേട്ട നേരം
നിരന്നീലേതുമുള്ളിൽ നിറഞ്ഞ കോപത്തോടും ഇരുന്ന സുയോധനൻ നടന്നാൻ വേഗത്തോടെ. ജനനി ഗാന്ധാരിയും പറഞ്ഞാളിനി, മഹാജനങ്ങൾ ഇവർ ചൊല്ലു കേൾക്ക നീ സുയോധന. എന്നമ്മ പറഞ്ഞതും കേളാതെ അവൻ പോയി കർണനും ശകുനിയുമായിട്ടു നിരൂപിച്ചു. ഗോപാലനായ കൃഷ്ണൻ ഇവിടെ സഭയിങ്കൽ ഭൂപാലരോടു സിംഹാസനവും ഏറിയൊപ്പം ഇരിക്കുന്നതും യോഗ്യമല്ല. നാം ചിലർ തന്നെ പരക്കെ അറിയാതെയൊന്നു ചെയ്യണമിപ്പോൾ. ദൂതന്മാരബദ്ധന്മാരെന്നല്ലോ ശാസ്ത്രവിധി. പാതകമുണ്ടു കൊന്നാലതിനുണ്ടുപായവും. പിടിച്ചു കെട്ടിയിടേണം പിന്നെ പാണ്ഡവർ പോന്നു നടിച്ചു വരികയില്ലെന്നതും അറിയണം. മിടുക്കും വെച്ചു കാട്ടിയിരിക്കേയുള്ളൂ പിന്നെ പടയ്ക്കു ഭാവിക്കുന്നതാരെന്നും അറിയണം. പടുത്വമെല്ലാം ഇവൻ തനിക്കാവുന്നു നൂനം കിടക്ക വേണം കാരാഗൃഹത്തിൽ തന്നെ ഇവൻ. വിശ്വരൂപ ദർശനം. ഇങ്ങനെ രഹസ്യമായി തങ്ങളിൽ മന്ത്രിക്കുന്നതങ്ങറിഞ്ഞുണർത്തിച്ചു സാത്യകി അതുനേരം. പോക നാം ഇവിടന്നു വൈകരുതിനിയേതും പോർകരുതിയതുമില്ല നാം ഇവിടേക്കു വന്നു. പോക നാം ഇവിടന്നു വൈകരുതിനിയേതും പോർകരുതിയുമല്ല നാം ഇവിടേക്കു വന്നു. സാത്വികനായുള്ളൊരു സാത്വികയുണർത്തിച്ച വാർത്ത കേട്ടതു നേരം ഗോവിന്ദൻ തിരുവടി. തരുണാദിത്യ ബിംബം 10,000 കൂടി ഒരുമിച്ചുദിച്ചുടനുയരുന്നതുപോലെ കരുണാകരൻ ദേവൻ കമലവിലോചനൻ വിരവോടെഴുന്നേറ്റു പെരുകെ കോപത്തോടെ. വരിക പിടിക്കടോ കെട്ടുവാൻ സുയോധന, പെരികെ വൈകിക്കേണ്ട പക്ഷേ വന്നടുത്താലും. അസംഖ്യം മുഖങ്ങളും അസംഖ്യം ബാഹുക്കളും അസംഖ്യമായുധങ്ങൾ അസംഖ്യം ചരണങ്ങൾ. ശങ്കരൻ വിരിഞ്ചനും ഇന്ദ്രാദിദേവകളും പങ്കജവിലോചനൻ തങ്കലെ കാണായി വന്നു. രോമങ്ങൾ തോറുമൊക്കെ വാനവരായും വന്നു. കോമളമായ രൂപം ഘോരമായി കാണായി വന്നു. വിഷ്ണുവിൻ വിശ്വരൂപം കണ്ടിട്ടു ഭക്തന്മാരും കൃഷ്ണ ഗോവിന്ദ ശിവരാമ രാമാത്മാ രാമ ലോകാഭിരാമ രമാരമണ യദുപദേ ഗോകുലപദേ ജഗന്നായക ധരാപദേ. വിശ്വമായതും നീയേ വിശ്വകാരണം നീയേ വിശ്വകാര്യവും നീയേ വിശ്വപാലനും നീയേ വിശ്വദാതനും നീയേ വിശ്വമാതാവും നീയേ വിശ്വരൂപനും നീയേ വിശ്വപാലക പോറ്റി. നിഷ്കളനാകുന്നതും സകളനാകുന്നതും നിർഗുണനാകുന്നതും സഗുണനാകുന്നതും പുരുഷനാകുന്നതും പ്രകൃതിയാകുന്നതും പുരുഷോത്തമാ പോറ്റി നിന്തിരുവടിയല്ലോ. ശിവനായിടുന്നതും ശക്തിയായിടുന്നതും ഭുവനേശ്വര പോറ്റി നിന്തിരുവടിയല്ലോ. ജീവനായിടുന്നതും പരനായിടുന്നതും കേവല സ്വരൂപനാം നിന്തിരുവടിയല്ലോ. ക്ഷേത്രമായിടുന്നതും ക്ഷേത്രജ്ഞനാകുന്നതും ധാത്രിയിൽ പിറന്നോരു ഭക്തനാം ഭവാനല്ലോ. പാലയ കൃപാലയ ശരണം നാരായണ പാലയ വിഷ്ണു രാമ കൃഷ്ണ ഗോവിന്ദ രാമ. ഇത്തരമോരോ ജനമത്ഭുതം പൂണ്ടു പൂണ്ടു 10 ദിക്കിലും നിന്നു വാഴ്ത്തിയുമാനന്ദിച്ചും ഭക്തിയിൽ സ്തുതിക്കയും നൃത്തം വെച്ചിടുകയും മുക്തിദാനൈകമൂർത്തി തന്മഹിമാനം കണ്ടു
തൊഴുതു വീണു നമസ്കരിച്ചും വണങ്ങിയും മുഴുകി പരമാനന്ദാംബുധി തന്നിൽ വീണു. കരഞ്ഞും ചിരിച്ചും കണ്ണിമച്ചും മിഴിയാതെ നിറഞ്ഞ ഭക്തിയോടു മാമുനി ജനങ്ങളും ദേവവേദാന്താർത്ഥങ്ങൾ തിരിയാഞ്ഞുഴന്നേടും വേദിയരോടു നല്ല ഭീഷ്മരും വിതുരരും യക്ഷകിന്നര സിദ്ധ ഗന്ധർവാസുരഭൂതരക്ഷോ ഗുഹ്യക പ്രേത കിംപുരുഷാദികളും നാഗവാസികൾ നല്ല നാഗനായകന്മാരും നാഗനാരികളോടു നാരിമാർ മറ്റുള്ളോരും മൂഢസ്ഥനായവനെ കൂടസ്ഥനായി കണ്ടു പാടിയും ആനന്ദം പൂണ്ടാടിയും ചമഞ്ഞുതേ. ദുഷ്ടരായുള്ള ജനമൊക്കവേ കണ്ണും പൊത്തിപ്പെട്ടെന്ന് മലമൂത്രാദികളും വീണു വീണു പെട്ടപാടോടും ഓരോ ഗുഹകൾ തോറും പൂക്കാർ. ശിഷ്ടരായുള്ള ജനം കണ്ടു കണ്ടിരിക്കവേ പരമാനന്ദമൂർത്തി ഭഗവാൻ പരമാത്മാ പരിചോഴെഴുന്നള്ളിത്തേരതിലേറി പിന്നെ കുന്തിയെ ചെന്നു കണ്ടു സന്താപമതു തീർത്തു. കുന്തിയും തൊഴുതേറെ സ്തുതിച്ചു സുതന്മാരെ തന്തിരുവടിയായ കൃഷ്ണനെ ഭരമേൽപ്പിച്ചന്തികേ നിൽക്കും കർണനോടു മന്ദിച്ചു മെല്ലെ. കർണ, ഞാനൊന്നുണ്ടെന്നു ചൊല്ലുന്നു രഹസ്യമായി നിന്നുടെ തമ്പിമാരാം പാണ്ഡവരറിക നീ കൂടെയങ്ങു ചെന്നു ധർമ്മജാഗ്രജനായി വാഴ്ക ഭൂമിയെ രിപുനാശവും ചെയ്യുകയെന്നാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.